T20 ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരമാണ് സഞ്ജു സാംസൺ. എന്നിട്ടും വല്ലപ്പോഴും വീണ് കിട്ടുന്ന ചാൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസരങ്ങൾ. ഒരുപാട് തവണ തന്റെ കഴിവ് തെളിയിച്ചവനാണ് സഞ്ജു. വൺ മാൻ ഷോ ക്രിക്കറ്റ് നടത്താൻ ഒരു സാധാരണ ക്രിക്കറ്റിന് ഒരിക്കലും കഴിയില്ല. അങ്ങനെ വൺ മാൻ ഷോ നടത്തിയ ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് സഞ്ജു. പക്ഷേ BCCI ഗില്ലിനെ പ്രിൻസാക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ തഴയപ്പെട്ടത് സഞ്ജു എന്ന വജ്രത്തെ തന്നെയാണ്. ഗിൽ വന്നപ്പോൾ 1 ഡൗൺ ആയും 2nd ഡൗൺ ആയും 3rd ഡൗൺ ആയും എന്തിന് 8th ഡൗൺ ആയും ഒക്കെ അവർ സഞ്ജുവിനെ തരം താഴ്ത്തി. പരിക്കിന്റെ പേര് പറഞ്ഞ് കൂടുതൽ നാണക്കേടിൽ നിന്നും ഗില്ലിനെയും സ്വയം തന്നെയും രക്ഷപ്പെടുത്താനായി ഗംഭീർ ഗില്ലിനെ പുറത്തിരുത്തുന്നു. പിന്നെ കണ്ടത് കൂടുതൽ ആവേശത്തോടെ കളിക്കുന്ന ഇന്ത്യൻ ടീമിനെയും അത് കണ്ട് ആഘോഷിക്കുന്ന ഗാലറിയിലെ ആരാധകരെയുമാണ്. ഗംഭീറിന്റെ അനാവശ്യമായ ടീമിലെ കൈകടത്തലിൽ രോഷത്തിലും നിരാശയിലുമായിരുന്ന ആരാധകരുടെ തിരിച്ചുവരവ് ഹോട്ട്സ്റ്റാറിന്റെ വ്യൂസ് കുത്തനെ ഉയർന്നത് നമ്മെ കാണിച്ചു തന്നു. നോക്കുമ്പോൾ വെറും 37 റൺസ്, പക്ഷേ അതുണ്ടാക്കിയ ഇമ്പാക്ട് 230 മുകളിൽ നേടിയ സ്കോറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജു അടിച്ച പന്ത് കൊണ്ട് ഗ്രൗണ്ടിൽ വീണ് വേദനയിൽ പുളയുന്ന അമ്പയറെ കണ്ടപ്പോൾ അത് ഗംഭീർ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ആരാധകരായിരിക്കണം കൂടുതലും. ബാറ്റിംഗ് ഓർഡറിൽ ഗംഭീർ കൈകടത്താത്തതിന്റെ എല്ലാ ഗുണങ്ങളും സ്കോറിൽ പ്രതിഫലിച്ചു. 22 ബോറിൽ 4 4-ഉം 1 6-ഉം അടങ്ങിയ ഡീസന്റ് ഒരു ഇന്നിംഗ്സ് ആയിരുന്നു സഞ്ജു കളിച്ചത്. ഇനി BCCI രാഷ്ട്രീയം കളിച്ചില്ല എങ്കിൽ ഉറപ്പായും T20 ലോകകപ്പിൽ സഞ്ജു ഉണ്ടാകും. അഭിഷേകിനൊപ്പം ലോകകപ്പിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ സഞ്ജുവിനോളം മറ്റാരും തന്നെയില്ല. ഇത് പ്രിൻസിന്റെ ആരാധകർക്ക് പോലും തർക്കമില്ലാത്ത കാര്യമാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ 5ാം T20 മാച്ചിൽ കണ്ടതും. BCCIയുടെ പ്രിയപുത്രനായ ശുഭ്മൻ ഗില്ലിന് പരിക്കേറ്റതുകൊണ്ട് മാത്രം വീണ് കിട്ടിയ ഒരവസരം. കുറച്ച് കടുപ്പമേറിയ ഭാഷയിൽ പറഞ്ഞാൽ ഔദാര്യത്തിന്റെ അപ്പക്കഷ്ണം. സ്വപ്നതുല്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും തനിക്ക് അർഹതപ്പെട്ട ഓപ്പണിംഗ് പൊസിഷൻ ഗില്ലിന് വിട്ടുകൊടുത്തിട്ട് സൈഡ് ബെഞ്ചിൽ പോയി ഇരുന്നവനായിരുന്നു സഞ്ജു. T20 ലോകകപ്പിനുള്ള ടീമിനെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന കാര്യവും സഞ്ജുവിന് അറിയാമായിരുന്നു. ഒരു പരാജയം സംഭവിച്ചു പോയാൽ തന്റെ ശിരസ് ഛേദിക്കപ്പെടുമെന്ന ഉറപ്പോടെയാണ് അയാൾ ആദ്യ പന്ത് നേരിട്ടത്. ഇത്രയേറെ ഘടകങ്ങൾ എതിര് നിന്നപ്പോഴും സഞ്ജു തളർന്നു പോയില്ല. സഞ്ജു ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട നിമിഷം. നമ്മുടെ മലയാള സിനിമാ നടൻ മുരളിക്ക് പണ്ട് കാരിരുമ്പ് എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ ആ വിശേഷണം അർഹിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അവനാണ് സഞ്ജു. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ എത്ര തവണയാണ് സഞ്ജു കുരിശിൽ തറയ്ക്കപ്പെട്ടത്, എത്ര തവണയാണ് അയാൾ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നത്. സഞ്ജുവിന്റെ മനക്കരുത്തിനെ കുറിച്ച് വലിയ പഠനങ്ങൾ പോലും നടത്തേണ്ടതാണ്. ഇന്ത്യയുടെ മുൻ പരിശീലകനായ രവിശാസ്ത്രി ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. മറ്റൊരാളുടെ ആരോഗ്യം മോശമാകുമ്പോൾ മാത്രം ടീമിലെത്തേണ്ട കളിക്കാരനാണോ സഞ്ജു? അയാൾ ഒരു സ്വാഭാവിക ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. സഞ്ജു അവിടെ നിന്നും ഒരിക്കലും മാറാൻ പാടില്ല. ഗില്ലിന് ഈ ടീമിൽ കളിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെയാണ് രവിശാസ്ത്രി പറയാതെ പറഞ്ഞു വെച്ചത്. ഇനിയെങ്കിലും ഇന്ത്യൻ ടീം സഞ്ജുവിനോട് നീതി കാട്ടുമോ? ഏഷ്യ കപ്പ് മുതൽ ഗിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ടീമിൽ നിന്ന് പുറത്താവില്ല എന്ന ഉറപ്പോടെയാണ്. എന്നിട്ടും മികവേറിയ ഒരു ഇന്നിംഗ്സ് പോലും അയാളിൽ നിന്നും വന്നില്ല. സഞ്ജുവിന്റെ കാര്യം നേരെ തിരിച്ചാണ്. നന്നായി കളിച്ചാലും അടുത്ത മാച്ചിൽ പുറത്താകുമെന്ന ഉറപ്പാണ് സഞ്ജുവിനുള്ളത്. എന്നിട്ടും അയാൾ സ്ഫോടനാത്മകമായും നിസ്വാർത്ഥമായും ബാറ്റ് ചെയ്യുന്നു. സഞ്ജു ഫുൾ ഫ്ലോയിൽ ബാറ്റ് ചെയ്യുമ്പോൾ റെഡ് ഹോട്ട് ഫോമിലുള്ള അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് പോലും 2ാം സ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോഴാണ് 28 പന്തിൽ നിന്നും 28 റൺസ് മാത്രം എടുക്കുന്ന ഗിൽ സഞ്ജുവിന് മുകളിലൂടെ T20യുടെ ഓപ്പണറാകുന്നത്. എന്തു വലിയ കോമാളിത്തരമാണിത്! മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. T20 ലോകകപ്പിൽ സഞ്ജു ഓപ്പൺ ചെയ്യുമോ? അതോ വൈസ് ക്യാപ്റ്റൻ കോട്ടയിൽ ഗിൽ വീണ്ടും ടീമിലെത്തുമോ? അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു കഥ പറയാം. BCCI ഓർക്കുന്നതും നല്ലതായിരിക്കും. 2014 T20 ലോകകപ്പിൽ ശ്രീലങ്കയെ നയിച്ചിരുന്നത് ദിനേശ് ചണ്ഡിമലായിരുന്നു. താൻ മോശം ഫോമിലാണെന്ന് മനസ്സിലായ ചണ്ഡിമൽ സ്വയം മാറി നിൽക്കുന്നു. സെമി ഫൈനലിലും ഫൈനലിലും ലസിത് മലിംഗ ക്യാപ്റ്റനായി. ശ്രീലങ്ക കിരീടം ചൂടുകയും ചെയ്തു. ക്യാപ്റ്റനെ യാതൊരു കാരണവശാലും ഒഴിവാക്കാനാവില്ല എന്ന സിദ്ധാന്തം പോലും ക്രിക്കറ്റിൽ അങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയല്ലേ ഒരു വൈസ് ക്യാപ്റ്റൻ. ശുഭ്മൻ ഗില്ലിനോട് ഒന്നേ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ T20 ലോകകപ്പിൽ ഓപ്പണറായി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ BCCI തുടർന്നും നടത്തും. അന്ന് ഒരു ദിനേശ് ചണ്ഡിമലാവാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം. എങ്കിൽ ചരിത്രം നിങ്ങളെ നീതിമാനെന്ന് വിശേഷിപ്പിക്കും.